ഫിറോമോൺസ് ടൈപ്സ്. എന്താണ് ഫിറോമോൺസ് എന്ന് പറയുന്ന കെമിക്കൽ മെസ്സഞ്ചേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതുപോലെ തന്നെ ആനിമൽ കിങ്ഡത്തിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫിറോമോൺസ് ഏതൊക്കെയാണ്? ഇതുപോലുള്ള കാര്യങ്ങളാണ് ഈ സെഷൻ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് ഫിറോമോൺസ് എന്ന് പറയുന്ന കെമിക്കൽ മെസ്സഞ്ചേഴ്സിനെ ഒന്ന് ഡിഫൈൻ ചെയ്യാം. എ ഫിറോമോൺ ഈസ് എ സെക്രീറ്റഡ് ഓർ എക്സ്ക്രീറ്റഡ് കെമിക്കൽ ഫാക്ടർ ദാറ്റ് ട്രിഗേഴ്സ് എ സോഷ്യൽ റെസ്പോൺസ് ഇൻ മെമ്പേഴ്സ് ഓഫ് ദ സെയിം സ്പീഷീസ്. ഒരു സ്പീഷീസിൽ തന്നെയുള്ള മെമ്പേഴ്സ് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കെമിക്കൽ സബ്സ്റ്റൻസ് ആണ് ഫിറോമോൺസ് എന്ന് പറയുന്നത്. They are chemicals capable of acting like hormones outside the body of the secreting individual to impact the behavior of the receiving individual. അപ്പോൾ ഇവിടെ ഒരു സെൻഡർ ഉണ്ട്, അല്ലെങ്കിൽ ഒരു റിലീസർ ഉണ്ട്, അതുപോലെ തന്നെ ഒരു റിസീവർ ഉണ്ട്. അപ്പോൾ സെൻഡർ അയാളുടെ ശരീരത്തിൻ്റെ വെളിയിലേക്ക് റിലീസ് ചെയ്യുന്ന ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ആണ് ഫിറോമോൺ എന്ന് പറയുന്നത്. ഈ കെമിക്കൽ സബ്സ്റ്റൻസിനെ റിസീവർ റിസീവ് ചെയ്യുമ്പോൾ ആ കെമിക്കൽ സബ്സ്റ്റൻസ് കോഡ് ചെയ്യുന്ന ഇൻഫർമേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബിഹേവിയറൽ മോഡിഫിക്കേഷൻ ആ റിസീവർക്ക് ഉണ്ടാകുന്നു. അപ്പോൾ ഇത് ഹോർമോൺസിനെ പോലെ തന്നെയുള്ള കെമിക്കൽ മെസ്സഞ്ചേഴ്സ് ആണ്. പക്ഷേ ഹോർമോൺസിൻ്റെ പ്രത്യേകത, അത് ഒരു ഓർഗാനിസത്തിൻ്റെ ബോഡിക്കുള്ളിലാണ് അതിൻ്റെ പ്രവർത്തനം നടത്തുന്നത്. അതിൻ്റെ മെസ്സേജ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് ഒരു ഓർഗാനിസത്തിൻ്റെ ഉള്ളിൽ തന്നെയാണ്. ഇവിടെ അങ്ങനെയല്ല, ഒരു ഓർഗാനിസത്തിൻ്റെ ബോഡിക്ക് വെളിയിൽ മറ്റൊരാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, റിസീവറിൽ ബിഹേവിയറൽ മോഡിഫിക്കേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കെമിക്കൽ മെസ്സഞ്ചർ ആക്ട് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം ഒന്ന് നമുക്ക് അനലൈസ് ചെയ്യാം. ദർ ആർ 2 മേജർ കാറ്റഗറീസ് ഓഫ് ഫിറോമോൺസ്: റിലീസർ ഫിറോമോൺസ് ആൻഡ് പ്രൈമർ ഫിറോമോൺസ്. ഈ ക്ലാസിഫിക്കേഷൻ ഈസ് ബേസ്ഡ് ഓൺ ദ മോഡ് ഓഫ് ആക്ഷൻ. ഇപ്പോൾ ക്ലാസിഫിക്കേഷൻ മോഡ് ഓഫ് ആക്ഷനെ ബേസ് ചെയ്തിട്ടാണ് 2 മേജർ കാറ്റഗറീസ് ആയിട്ട് വരുന്നത്: റിലീസർ ആൻഡ് പ്രൈമർ ഫിറോമോൺസ്. പിന്നെ യൂസിനനുസരിച്ച് വേറെ പല സബ് കാറ്റഗറീസ് ഉണ്ട്: അഗ്രിഗേഷൻ ഫിറോമോൺസ്, അലാം ഫിറോമോൺസ്, ടെറിട്ടോറിയൽ ഫിറോമോൺസ്, ട്രെയിൽ ഫിറോമോൺസ്, സെക്സ് ഫിറോമോൺസ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ മേജർ കാറ്റഗറി, ദാറ്റ് ഈസ് റിലീസർ ഫിറോമോൺസ് എന്താണെന്നുള്ളത് നോക്കാം. These are pheromones that cause an alteration in the behavior of the recipient. അപ്പോൾ ഇവിടെ ഒരു റിലീസർ അല്ലെങ്കിൽ സെൻഡർ ഉണ്ട്. അദ്ദേഹം ഔട്ട്സൈഡ് എൻവയോൺമെൻറ്റിലേക്ക് ഈ സബ്സ്റ്റൻസിനെ റിലീസ് ചെയ്യും. അതിനെ റിസീവ് ചെയ്യാൻ ഒരു റിസീവർ ഉണ്ട്. ആ റിസീവർ അത് റിസീവ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബിഹേവിയറൽ മോഡിഫിക്കേഷൻ ഉണ്ടാകും. അപ്പോൾ റെസിപ്പിയൻറ്റിൽ ബിഹേവിയറൽ മോഡിഫിക്കേഷൻ ഉണ്ടാക്കുന്ന ഫിറോമോൺസ് ആണ് റിലീസർ ഫിറോമോൺസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഫിറോമോൺസിൻ്റെ പ്രത്യേകത, വളരെ റാപ്പിഡ് ആയിട്ടുള്ള റെസ്പോൺസ് റെസിപ്പിയൻറ്റിൽ അത് ഉണ്ടാക്കും. പക്ഷേ എന്ന് പറഞ്ഞാൽ പോലും ഇത് പെട്ടെന്ന് തന്നെ ഡീഗ്രേഡ് ചെയ്ത് പോകും. ഔട്ട്സൈഡ് എൻവയോൺമെൻറ്റിൽ ഇത് കൂടുതൽ സമയം നിലനിൽക്കത്തില്ല. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കമ്മ്യൂണിക്കേഷൻ 2 ഇൻഡിവിജ്വൽസ് തമ്മിൽ, ഒരു സ്പീഷീസിൽ തന്നെയുള്ള പല ഇൻഡിവിജ്വൽസ് തമ്മിൽ പോസിബിൾ ആക്കണമെങ്കിൽ, അത് സാധ്യമാക്കണമെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് റിലീസർ എന്ന് പറയുന്ന ഇൻഡിവിജ്വൽ ഈ കെമിക്കൽ സബ്സ്റ്റൻസിനെ റിലീസ് ചെയ്തുകൊണ്ട് ഇരിക്കണം. മിക്കവാറും എല്ലാ തരത്തിലുള്ള സെക്സ് അട്രാക്റ്റൻസും റിലീസർ ഫിറോമോൺസ് ആണ്. സെയിം സ്പീഷീസിൽ തന്നെയുള്ള മെയ്റ്റ്സിനെ അട്രാക്റ്റ് ചെയ്യിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കെമിക്കൽ സബ്സ്റ്റൻസസ്. ഇനി അടുത്ത കാറ്റഗറിയാണ് പ്രൈമർ ഫിറോമോൺസ്. പ്രൈമർ ഫിറോമോൺസ് ട്രിഗർ എ ചേഞ്ച് ഓഫ് ഡെവലപ്മെൻ്റൽ ഇവൻറ്റ്സ്. അപ്പോൾ മറ്റുള്ള ഫിറോമോൺസിൽ നിന്ന് പ്രൈമർ ഫിറോമോൺസിനെ വ്യത്യസ്തമാക്കുന്നത്, സാധാരണ എല്ലാ കാറ്റഗറി റിലീസർ ഫിറോമോൺസും അത് റെസിപ്പിയൻറ്റിൽ ബിഹേവിയറൽ മോഡിഫിക്കേഷൻസ് ആണ് ഉണ്ടാക്കുന്നത്. ഇവിടെ അങ്ങനെയല്ല. ഒരു ഇൻഡിവിജ്വൽ റിലീസ് ചെയ്യുമ്പോൾ ഏതെങ്കിലും സെയിം സ്പീഷീസിൽ തന്നെയുള്ള ഇൻഡിവിജ്വൽസ് അതിനെ റിസീവ് ചെയ്യുമ്പോൾ ആ റെസിപ്പിയൻറ്റിനകത്ത് ഡെവലപ്മെൻ്റൽ ആയിട്ട് ഉള്ള മോഡിഫിക്കേഷൻസ് ആണ് സംഭവിക്കുന്നത്. അപ്പോൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ആ പ്രോസസ്സിനെ ഈ ഫിറോമോൺസ് അഫക്റ്റ് ചെയ്യും. ചേഞ്ച് ഇൻ ഡെവലപ്മെൻ്റൽ ഇവൻറ്റ്സ് ഇൻ ദ റെസിപ്പിയൻറ്റ് വിൽ ഒക്കർ. ഇതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് ഹണി ബി കോളനിയിലുള്ള ക്വീൻ സിന്തസൈസ് ചെയ്യുന്ന പ്രൈമർ ഫിറോമോൺസ്.
നിങ്ങൾക്കറിയാം ഹണി ബി കോളനിക്കകത്ത് ഫെർട്ടൈൽ ആയിട്ടുള്ള ഫീമെയിൽ ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത് ക്വീനാണ്. അപ്പോൾ റാണി ഈച്ച പ്രൈമർ ഫിറോമോൺസിനെ റിലീസ് ചെയ്യുന്നു. ഈ പ്രൈമർ ഫിറോമോൺസ് വർക്കർ എന്ന് പറയുന്ന ഫീമെയിൽ ഇൻഡിവിജ്വൽസിൻ്റെ ഫെർട്ടിലിറ്റിയെ അഫക്റ്റ് ചെയ്യുന്നു. അപ്പോൾ അവയുടെ ഡെവലപ്മെൻ്റൽ പ്രോസസ്സിനെ അഫക്റ്റ് ചെയ്യുന്ന പ്രൈമർ ഫിറോമോൺസ് ആണ് ക്വീൻ സിന്തസൈസ് ചെയ്യുന്നത്. അപ്പോൾ മറ്റുള്ളവരുടെ ഫെർട്ടിലിറ്റി അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി എന്ന് പറയുന്നത് അഫക്റ്റഡ് ആവുന്നു. ക്വീൻ മാത്രം ഫെർട്ടൈൽ ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് മാറുന്നു. ഇനി നമുക്ക് സബ് കാറ്റഗറീസ്, യൂസിനെ ബേസ് ചെയ്തിട്ടുള്ള ഫിറോമോണൽ കാറ്റഗറീസ് ഓരോന്നും വളരെ ബ്രീഫായിട്ട് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ കാറ്റഗറിയാണ് അഗ്രിഗേഷൻ ഫിറോമോൺസ്. ആ പേര് പറയുന്ന പോലെ തന്നെ റിലീസ് ചെയ്യുന്ന ഇൻഡിവിജ്വലിൻ്റെ അടുത്തേക്ക് സെയിം സ്പീഷീസിൽ തന്നെയുള്ള സെയിം ജെൻഡർ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ജെൻഡറിലുള്ള ഇൻഡിവിജ്വൽസിനെ അട്രാക്റ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പർട്ടിക്കുലർ ഫിറോമോൺ യൂസ് ചെയ്യുന്നത്. അഗ്രിഗേഷൻ ഫിറോമോൺസ് ഫങ്ഷൻ ഇൻ മേറ്റ് സെലക്ഷൻ ആൻഡ് ഡിഫെൻസ് അഗെയിൻസ്റ്റ് പ്രെഡേറ്റേഴ്സ്. അപ്പോൾ പ്രെഡേറ്റേഴ്സിന് അഗെയിൻസ്റ്റ് ഒരു ഡിഫെൻസീവ് സ്ട്രാറ്റജി ആയിട്ട് ഒരു ഗ്രൂപ്പ്, ഒരു കോളനി ഉണ്ടാക്കണമെങ്കിൽ അലാമിംഗ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ അഗ്രിഗേഷൻ ഫിറോമോൺസിനെ ഇൻഡിവിജ്വൽസ് റിലീസ് ചെയ്യുന്നു. അപ്പോൾ അവിടേക്ക് രണ്ട് സെക്സിലുള്ള ഇൻഡിവിജ്വൽസ് വരുന്നു. അങ്ങനെ ഒരു മാസ് ഓഫ് ഇൻഡിവിജ്വൽസ് അഗ്രിഗേഷൻ പോസിബിൾ ആകും. അല്ലെങ്കിൽ മെയ്റ്റ് സെലക്ഷന് വേണ്ടിയിട്ട് ഓപ്പോസിറ്റ് സെക്സിലുള്ള ഇൻഡിവിജ്വൽസിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പർട്ടിക്കുലർ കെമിക്കൽ സബ്സ്റ്റൻസ് റിലീസ് ചെയ്യുന്നു. ഇപ്പോൾ മെയിൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെക്സ് അട്രാക്റ്റൻസ് എന്ന് പറയുന്ന കാറ്റഗറി മിക്കതും അഗ്രിഗേഷൻ ഫിറോമോൺസ് ആണ്. ഇൻക്രീസ് ദ ഡെൻസിറ്റി ഓഫ് മെമ്പേഴ്സ് ഓഫ് ദ സെയിം സ്പീഷീസ് സറൗണ്ടിങ് ദ ഫിറോമോൺ സോഴ്സ്. ഇനി അടുത്ത കാറ്റഗറിയാണ് അലാം ഫിറോമോൺസ്. ഇതും റിലീസർ ടൈപ്പ് ഫിറോമോൺ തന്നെയാണ്. സം സ്പീഷീസ് റിലീസ് എ വോളറ്റൈൽ സബ്സ്റ്റൻസ് വെൻ അറ്റാക്ഡ് ബൈ എ predator that can trigger flight or aggregation of members of the same species. അപ്പോൾ വാസ്പ്, ഹണി ബി ഇതൊക്കെ ഇതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ്. അവയുടെ കോളനി ഹ്യൂമൻസ് പോലെയുള്ള ഏതെങ്കിലും ഏജൻസി വഴി ഡിസ്റ്റർബ്ഡ് ആവുകയാണെങ്കിൽ അവ പെട്ടെന്ന് തന്നെ ഇതുപോലുള്ള അലാം ഫിറോമോൺസ് എന്ന് പറയുന്ന ഫിറോമോൺസിനെ റിലീസ് ചെയ്യും. ഇത് ആ കോളനിയിലുള്ള എല്ലാ ഇൻഡിവിജ്വൽസും ഐഡൻറ്റിഫൈ ചെയ്ത് അതിനനുസരിച്ചിട്ട് അവർ റെസ്പോൺസ് ഉണ്ടാക്കും. ആ റെസ്പോൺസ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഫ്ലൈറ്റ് ആയിരിക്കും. ആ പ്രെഡേറ്ററിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് അവർ ആ കോളനി ഉപേക്ഷിച്ചിട്ട് ചിലപ്പോൾ പോകുമായിരിക്കും, നെസ്റ്റ് ഉപേക്ഷിച്ചിട്ട് പോകുമായിരിക്കും. അല്ലെങ്കിൽ അവർ ഫൈറ്റ് ബാക്ക് ചെയ്യും, സ്റ്റിങ് ചെയ്യും. അപ്പം വാസ്പൊക്കെ ഫോളോ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ് അലാം ഫിറോമോൺസിൻ്റെ റിലീസ് വെൻ ദേ ആർ അറ്റാക്ഡ് ബൈ പ്രെഡേറ്റേഴ്സ്. ഇനി അടുത്ത കാറ്റഗറിയാണ് ടെറിട്ടോറിയൽ ഫിറോമോൺസ്. ടെറിട്ടറി മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, ഹോം റേഞ്ച് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആനിമൽസ് ഉപയോഗിക്കുന്ന കെമിക്കൽ സബ്സ്റ്റൻസ് ആണ് ടെറിട്ടോറിയൽ ഫിറോമോൺസ്. ഇപ്പോൾ ഓരോ ഓർഗാനിസവും പ്രിഫർ ചെയ്യുന്ന ഒരു ടെറിട്ടറി ഉണ്ട്, അവയുടെ ഒരു ഹോം റേഞ്ച്. അപ്പോൾ അതിൻ്റെ ബൗണ്ടറീസ് കൃത്യമായിട്ട് മാർക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കെമിക്കൽ സബ്സ്റ്റൻസ് ആണ് ടെറിട്ടോറിയൽ ഫിറോമോൺസ്. മിക്കവാറും ഇതുപോലുള്ള ഫിറോമോൺസ് യൂറിന്, ഫീക്കൽ മാറ്റർ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് റിലീസ് ചെയ്യുന്നത്. ബെസ്റ്റ് എക്സാമ്പിളാണ് ദ ടെറിട്ടോറിയൽ ഫിറോമോൺസ് റിലീസ്ഡ് ബൈ ക്യാറ്റ്സ് ആൻഡ് ഡോഗ്സ്. പിന്നെ വൈൽഡ് ആനിമൽസ്, ലയണ്, ടൈഗർ, ഇവയെല്ലാം അവയുടെ ടെറിട്ടറി മാർക്ക് ചെയ്യുന്നത് അവയുടെ വേസ്റ്റ് കൊണ്ടാണ്. ആ വേസ്റ്റിനകത്താണ് ഈ കെമിക്കൽ സബ്സ്റ്റൻസ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇനി അടുത്താണ് ട്രെയിൽ ഫിറോമോൺസ്. ഇപ്പോൾ സോഷ്യൽ ഇൻസെക്ട്സ്, മിക്കവാറും ആൻസ് പോലെയുള്ള സോഷ്യൽ ഇൻസെക്ട്സ് ആണ് ഈ ട്രെയിൽ ഫിറോമോൺസിനെ ഉപയോഗിക്കുന്നത്. ആൻസ് മാർക്ക് ദെയർ പാത്ത് വിത്ത് ഫിറോമോൺസ് കൺസിസ്റ്റിംഗ് ഓഫ് വോളറ്റൈൽ ഹൈഡ്രോകാർബൺസ്. ഇപ്പോൾ ചില ടൈപ്പ് ആൻസ് ഒരു ഇനീഷ്യൽ ട്രെയിൽ ഓഫ് ഫിറോമോൺസിനെ അവർ റിലീസ് ചെയ്യും ഫുഡ് നെസ്റ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ. അപ്പോൾ ഈ പാത്ത് എവിടെയാണ് ഫുഡിൻ്റെ സോഴ്സ് എന്നുള്ളത് ബാക്കിയുള്ള ഇൻഡിവിജ്വൽസിന് ഫോളോ ചെയ്യാൻ പറ്റും.
ദിസ് ട്രെയിൽ അട്രാക്ട്സ് അതർ ആൻഡ്സ് ആൻഡ് സെർവ് ആസ് എ ഗൈഡ്. അപ്പോൾ ഈ ഫുഡ് സോഴ്സ് അവിടെ അവൈലബിൾ ആയിട്ട് ഇരിക്കുന്നോടം വരെ വിസിറ്റിംഗ് ആൻഡ്സ്, അതായത് ആ ഫുഡ് സോഴ്സിൻ്റെ ആ പർട്ടിക്കുലർ ലൊക്കേഷനിൽ പോയി ഫുഡിനെ തിരിച്ച് നെസ്റ്റിലേക്ക് കൊണ്ടുവരുന്ന ആൻഡ്സ്, അവർ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഫിറോമോൺ ട്രെയിലിനെ, ആ പാത്തിനെ അവർ റിന്യൂ ചെയ്യും എന്നുള്ളതാണ്. കാരണം ഈ റിലീസർ ടൈപ്പ് ഫിറോമോൺസ് ആണ് ട്രെയിൽ ഫിറോമോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പ്രത്യേകത, അവർ പെട്ടെന്ന് തന്നെ റിസീവറിൽ റെസ്പോൺസ് ഉണ്ടാക്കും എന്ന് പറഞ്ഞാൽ പോലും അതിൻ്റെ നിലനിൽപ്പെന്ന് പറയുന്നത് അത് കുറച്ച് സമയം മാത്രമേ ഉള്ളൂ, ആ ഔട്ട്സൈഡ് എൻവയോൺമെൻറ്റിൽ നിലനിൽക്കത്തുള്ളൂ. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് റീപ്ലനിഷ് ചെയ്യണം. അപ്പോൾ ഓരോ ഇൻഡിവിജ്വൽസും വിസിറ്റിംഗ് ആയിട്ടുള്ള മെമ്പേഴ്സ് എല്ലാം ഈ ഫിറോമോണൽ പാത്തിനെ റീപ്ലനിഷ് ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് മേജർ ടൈപ്സ്. 2 മേജർ കാറ്റഗറീസ് ആണുള്ളത്, റിലീസർ ആൻഡ് പ്രൈമർ. പിന്നെ യൂസിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ബാക്കിയുള്ള ക്ലാസിഫിക്കേഷൻ.